എൻ്റെ കേസ് പറയുകയാണെങ്കിൽ റേക്കിയും ടാരോയും എന്നെ ചൂസ് ചെയ്തതാണ്. 2020 തൊട്ടിട്ട് 2025 വരെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ തന്നെയാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഓരോ വ്യക്തിയിലും ഇൻഡ്യൂഷനും ഉണ്ട്, ഇല്യൂഷനും ഉണ്ട്. ഞാൻ ആളുടെ പാസ്റ്റ് ലൈഫ് എടുത്ത സമയത്ത് എൻ്റെ തലയ്ക്ക് അടിയിട്ടുന്ന പോലെ തോന്നി എനിക്ക്. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കർമ്മ റിലീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടിട്ടാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ശരിക്കുമുള്ള ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഹീലിംഗ് വെറുതെ നമ്മൾ ചെന്ന് പഠിച്ചു കഴിഞ്ഞാലും അത് വേറൊരാളിൽ വർക്ക് ആവണം എന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്ന ഒരാളായിരിക്കാം. അപ്പം ഞാൻ നിർബന്ധവശാൽ പഠിച്ച് വേറൊരാളെ ഹീൽ ചെയ്ത് അങ്ങനെ എനിക്ക് പറ്റില്ലല്ലോ. അതിന് ഒരു എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അവേക്നെസ് വേണ്ടേ? അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കണം നമ്മുടെ ഉള്ളിൽ. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ റേക്കിയും ടാരോയും എന്നെ ചൂസ് ചെയ്തതാണ്. ടാരോ എന്താണെന്നോ റേക്കി എന്താണെന്നോ അറിയാതെയാണ് ഞാൻ അതിലേക്ക് കടന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെന്ന ആളാണ്. പിന്നെ നമ്മുടെയൊക്കെ ഒരു വിശ്വാസമുണ്ട്, റേക്കി പഠിക്കണമെങ്കിലും ടാരോ പഠിക്കണമെങ്കിലൊക്കെ അത് തന്നെ യൂണിവേഴ്സ് ചൂസ് ചെയ്യണം. അത് ചിലപ്പോൾ ഈ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിലും നമ്മൾ ഒരുപാട് സോളുകൾ സഞ്ചരിച്ച് വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ലൈഫിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം. നമ്മുടെ സോൾ ഇതൊക്കെ പാസ്റ്റ് ലൈഫുകളിലൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. എൻ്റെയൊക്കെ പിന്നീട് പാസ്റ്റ് ലൈഫ് എടുത്തപ്പം പലതും എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. പിന്നെ സ്പിരിച്വാലിറ്റി ചെറുപ്പം മുതലേ എനിക്ക് ഈ പറയുന്ന പോലെ സ്പിരിച്വാലിറ്റിയിൽ വിശ്വാസമുണ്ട്. അതായത് ഒരു യൂണിവേഴ്സൽ എനർജി ഉണ്ട്. വളരെ മോശാവസ്ഥയിൽ പോലും ഞാൻ ആ ഒരു യൂണിവേഴ്സൽ പവറിനെ തള്ളി പറഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും എനിക്കൊരു ഉയർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ അവരെന്നെ കാത്തോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന അക്സെപ്റ്റൻസ്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചിത്രയോട് പറയുക, ചിത്ര ഞാനൊരു റേക്കി ടീച്ചറാണ്, നാളെ തൊട്ട് ചിത്ര വന്നിരുന്ന് ഇത് പഠിക്കണം എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. ചിത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചിത്ര വന്നിട്ട് ഏതൊരു ഗുരുവിൻ്റെ അടുത്താണെങ്കിലും പോയിട്ട് അങ്ങോട്ട് പറയണം, എനിക്ക് താല്പര്യമുണ്ട്, ഒരു അക്സെപ്റ്റൻസ് വേണം. എങ്കിൽ മാത്രമേ അത് വർക്കാവുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. റേക്കിയിലും അങ്ങനെ ഒരു നിയമമുണ്ട്, റേക്കി റിക്വസ്റ്റഡ് ആയിരിക്കണം എന്നുള്ളത്. പിന്നെ ചൂസ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് അതൊരു യൂണിവേഴ്സൽ സെലക്ഷനാണ്. കാരണം നമ്മളെല്ലാവരും ഒരു ബോഡി വിട്ടുകൊടുക്കുന്ന ആൾക്കാർ, ഒരു മീഡിയം മാത്രമാണ്. അതിൽ യൂണിവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ പാസ്റ്റ് ലൈഫിൻ ഈ ലൈഫിൻ്റെയൊക്കെ കർമ്മ ബേസ്ഡ് ആയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ എന്തെങ്കിലും സ്ട്രഗിളിങ് ടൈം വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാരണന്മാരൊക്കെ ഇങ്ങനെ പറയും, അത് പണ്ടത്തെ കർമ്മഫലമാണ്, ഇപ്പം നീ അത് അനുഭവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല നേരത്തെ ഒരു ജന്മം ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്നും നമുക്ക് അറിവില്ല. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിരഞ്ജനയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് കാര്യങ്ങളും ഒക്കെ ശരിക്കും ഉള്ളതാണ്, അതിനകത്ത് കർമ്മഫലമാണ് ഞാൻ ചിലപ്പോൾ അനുഭവിച്ചിരിക്കാം എന്ന കാര്യങ്ങളെന്നൊക്കെ? ഓക്കെ, എനിക്കൊരു 6th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് എൻ്റെ ഒരു പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് തോന്നുമല്ലേ, നമ്മൾ ഈ ഓരോ മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല നമ്മൾ അവിടെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ അതായിരുന്നു എന്നൊക്കെ. അതൊക്കെ ഒരു ഇല്യൂഷൻ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോ വ്യക്തിയിലും ഇൻഡ്യൂഷനും ഉണ്ട്, ഇല്യൂഷനും ഉണ്ട്. ഇൻഡ്യൂഷനും ഇല്യൂഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10 തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ ഡ്രീംസോ എന്തെങ്കിലും ഒരു വിഷ്വൽസ് വന്നു, അതിലൊരു 8-9 യാഥാർത്ഥ്യമാവും. ആ വ്യക്തികൾക്ക് ഈ സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ച ഇൻഡ്യൂഷൻ പവറുള്ള ആൾക്കാരായിരിക്കും. ചിലർക്കുണ്ട് ഈ മെൻ്റൽ ബ്ലോക്കുകൾ വരുമല്ലോ, തേർഡ് ഐ ചക്രയുടെ ബ്ലോക്ക് എന്ന് നമ്മൾ പറയും. ഈ മെൻ്റൽ ബ്ലോക്ക് ആൻസൈറ്റി ഉള്ളവർക്ക് ഈ തോട്ട്സേ ഉണ്ടാവുള്ളൂ. ഇവർക്കിങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നുക, ചില കാര്യങ്ങൾ വരാൻ പോകുന്ന പോലെ തോന്നുക, പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാവില്ല. അപ്പോൾ ഇല്യൂഷനാണത് മെൻ്റൽ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഈ സ്പിരിച്വൽ അവേക്കനിങ് വരുന്ന ആൾക്കാർക്ക് ഇൻഡ്യൂഷൻ പവർ ഉണ്ടായിരിക്കും. നമ്മൾ കൂടുതൽ ഇൻഡ്യൂഷനിലാണ്, ഈ റേക്കി എനർജിയാണ്, ടാരോ ഒക്കെ നമ്മൾ ഇൻഡ്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നതാണ്, ഒരു ഇൻഡ്യൂട്ടീവ് പവറാണ്. അത് നമുക്ക് മെഡിറ്റേഷനിലൂടെ, എനർജി ഹീലിങ്ങിലൂടെ, നേച്ചറുമായിട്ടുള്ള കണക്ഷനിലൂടെ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ എന്നോട് ചോദിച്ചത് അതിനെപ്പറ്റി, നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്, പാസ്റ്റ് ലൈഫ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യാമെന്നിരിക്കട്ടെ. ഇപ്പം എൻ്റെ പാസ്റ്റ് ലൈഫാണ്. ഞാൻ 2020 ഈ ഫീൽഡിലേ വന്ന ആളാണ്. പക്ഷേ ഈ 2020 തൊട്ടിട്ട് 2025 വരെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ തന്നെയാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങൾ. അതിനുശേഷമാണ് മറ്റുള്ളവരിലേക്ക് ഗൈഡൻസിന് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ റീഡ് ചെയ്തത് കംപ്ലീറ്റ് എൻ്റെ ഇൻഡ്യൂഷനിലൂടെയായിരുന്നു. ഞാനൊരു മെഡിറ്റേഷനിലൂടെ പോയി, ഞാൻ വിഷ്വൽസ് കാണാൻ തുടങ്ങി, എൻ്റെ പാസ്റ്റ് ലൈഫ് എന്താണെന്ന് അറിയാൻ തുടങ്ങി. ചില വ്യക്തികളോടുള്ള എൻ്റെ കർമ്മ അത് എൻ്റെ ഉള്ളിൽ വന്നതാണ്, ഇൻഡ്യൂഷനായിട്ട് വന്നതാണ്.
അതെങ്ങനെ നമ്മൾക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും? ഇപ്പം നമ്മളുടെ ഇൻറ്റ്യൂഷൻ ആണല്ലോ, നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പക്ക അത് തന്നെയാണ് കറക്റ്റ് എന്ന് നമുക്ക് എങ്ങനെ അതാ പറയാൻ ഞാൻ പറ്റും? പറഞ്ഞ നമുക്ക് ഇത് രണ്ടും ഒരു തോന്നൽ പോലെ വരും. പക്ഷെ അത് റിയാലിറ്റിയിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഇൻഡ്യൂഷൻ പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇൻഡ്യൂട്ടീവ് ആണ്, ഈ കാര്യങ്ങളൊക്കെ സത്യം. അത് റിയാലിറ്റിയിലേക്ക് വരും. കാരണം എൻ്റെ പാസ്റ്റ് ലൈഫിലെ ആളെ ഞാൻ മീറ്റ് ചെയ്ത ആളാണ് ഇപ്പോൾ, കർമ്മ റിലേറ്റഡ് ആയിട്ട്. ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ അതിൻ്റെ പാസ്റ്റ് ലൈഫിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കർമ്മ റിലീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടിട്ടാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ശരിക്കുമുള്ള ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും, സോൾ കണക്റ്റഡ് ആയിരിക്കും, കർമ്മ കണക്റ്റഡ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ എല്ലാവരും, എൻ്റെയും എക്സ്പീരിയൻസ് അത് തന്നെയാണ് ഇതിൽ വന്നതിന് ശേഷം. അപ്പോൾ ഈ കർമ്മ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് ഞാനിപ്പോൾ എടുക്കുന്നത്, ചില ആൾക്കാർക്ക് ലൈഫ് പർപ്പസ് അറിയണം, അവരുടെ എല്ലാം കാണും, മണി കാണും, അവർക്ക് നല്ല റിലേഷൻഷിപ്പ് കാണും, വെൽ സെറ്റിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നും കാണില്ല, പക്ഷെ അവരുടെ മനസ്സിൽ എന്തോ ഉണ്ട്, ഞാൻ എന്തോ ചെയ്യും. ഈ പറയുന്ന ഒരു ഇൻഡ്യൂഷൻ വർക്കാവും അവർക്ക് തന്നെ. നമ്മുടെ ഉപബോധ മനസ്സ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വഴി കാണിച്ചു തരുന്നതാണ് ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ഉത്തരങ്ങളും, നമ്മുടെ പാസ്റ്റ് ലൈഫ് ആയിക്കോട്ടെ, പ്രസൻറ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചറായിട്ട് എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡാണ് ഓരോ ആൾക്കാരുടെയും. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും, സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായി തുടങ്ങുമ്പോഴാണ് ഇൻഡ്യൂഷൻ പവർ കൂടി വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യുന്നത്, ഞാൻ ക്ലയൻസിന് റീഡ് ചെയ്യുന്നത് റേക്കി, ടാരോ, പിന്നെ വേദിക് ന്യൂമറോളജി, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 4 മണിക്കൂർ അവരെ ഇരുത്തി ഒരു മെഡിറ്റേഷൻ മോഡിലൂടെ കൊണ്ടുപോയി, നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി ചെയ്യുന്നത് പോലെ അങ്ങനെ കൊണ്ടുപോയിട്ടാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത്. അപ്പം ചിത്ര ചോദിച്ച പോലെ അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് ഓരോ ക്ലയൻസും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു റിസർച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അപ്പം ഞാൻ അവരോട് പ്രശ്നങ്ങൾ ചോദിക്കില്ല, എന്താണ് അതിപ്പോൾ നോർമൽ കൺസൾട്ടേഷൻ ആണെങ്കിലും ചോദിക്കില്ല. ഞാൻ ചോദിക്കും, സംസാരിക്കാൻ വിളിക്കുന്നവരോട് ഞാൻ സംസാരിക്കും. അല്ലാതെ ഞാൻ പറയും, നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് നിങ്ങൾക്കത് ആക്യുറേറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോയാൽ പോരെ. ഇല്ലെങ്കിൽ ഞാൻ അവരുടെ പ്രശ്നം കേട്ടിട്ട് ഞാൻ അവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ ഇപ്പോൾ റേക്കിയുടെ സ്റ്റുഡൻ്റ് ആണ്, ആളെന്നെ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തു. ആൾക്ക് ഒരു 1.5-2 വർഷം മുമ്പേ ആളുടെ പാസ്റ്റ് ലൈഫ് അറിയാം. അപ്പോൾ ഇത് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പാസ്റ്റ് ലൈഫ് എടുത്ത് ഇയർ, ഏജ്, ആൾക്കാരെ സഹിതം പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റിയത് എങ്ങനെ മരിച്ചു, എത്ര ആൾക്കാർ എൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു, ഇയർ, ഏജ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കാണ് ആൾ എന്നോട് പറയുന്നത്, ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഞാൻ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക, അത് കൺഫേം ആണ്, അതായത് ആൾ കണ്ടത് സത്യമാണോ എന്നറിയാനാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്, ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ റീഡിങ്ങും എനിക്ക് സ്പെഷ്യലാണ്, പുതിയ നമ്മൾ ഒട്ടും പ്രീ പ്ലാൻഡ് ആയിട്ട് ഇരിക്കരുത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഇപ്പം നിരഞ്ജനയുടെ ഭയങ്കര ഒരു പ്രിയപ്പെട്ട ഒരാൾ, നമ്മൾ പാസ്റ്റ് ലൈഫ് നമ്മൾ നോക്കുമ്പോഴേക്കും ആളുമായിട്ട് ഇപ്പോൾ നല്ലൊരു റിലേഷനിലാണെന്നുണ്ടെങ്കിൽ ആളുമായിട്ട് പണ്ടും ഒരു പാസ്റ്റ് ലൈഫിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ടായിട്ടുണ്ട്. മോശമായിട്ടുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. നമുക്ക് പറയാൻ കഴിയില്ല പാസ്റ്റ് ലൈഫിൽ എല്ലാം നല്ലതായിരുന്നു എന്ന്. ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ മോശമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഈ ലൈഫിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം എൻ്റെ ഒരു ഇതെല്ലാം റീഡ് ചെയ്യുന്നതിൽ എനിക്കൊരു കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നത്, നമുക്ക് പാസ്റ്റ് ലൈഫിലേക്ക് പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചറിലേക്ക് പോയി വീണ്ടും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രസൻറ്റ് എങ്ങനെ നമുക്ക് നന്നാക്കി വെക്കാം. ഈ പാസ്റ്റ് ലൈഫ് അറിയുന്നത് എന്തിനാണ്, എവിടെയാണ് നമ്മുടെ റൂട്ട് ബ്ലോക്ക് കിടക്കുന്നത് അതറിയാൻ, അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് അറിയാൻ. ചില ആൾക്കാർക്ക് ഒരുപാട് ഹോസ്പിറ്റലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറാത്ത അസുഖങ്ങൾ കാണും. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ആളുടെ പാസ്റ്റ് ലൈഫ് എടുത്ത സമയത്ത് എൻ്റെ തലയ്ക്കടി കിട്ടുന്ന പോലെ തോന്നി എനിക്ക്. ആൾ മരിച്ചത് തലയ്ക്കടി കിട്ടിയിട്ടാണ്. ഞാൻ ആ പാസ്റ്റ് ലൈഫ് ആക്സസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തലയുടെ ബാക്കിൽ ആരോ കൊണ്ടൊന്ന് ഭാരം കൊണ്ട് അടിച്ച പോലൊരു, പിന്നെ ആ മൊമെൻറ്റിൽ മാത്രം
അതിനുശേഷം ഞാനിത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയോട് ചോദിച്ചു എന്താ പറ്റി, നിങ്ങൾക്ക് ഹെഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇതൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് അവിടെ ഒരു സൈഡ് കുറച്ച് സർജറിയൊക്കെ കഴിഞ്ഞതാണ് പുള്ളിക്കാരിയുടെ ഇവിടെ ഇതിൻ്റെ ഹെഡ് പാർട്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ട്രോമ ഇപ്പോഴും കിടപ്പുണ്ട്. എന്താണേലും നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ലൈഫിൽ കുറേയൊക്കെ നമ്മൾ അനുഭവിക്കണം. പിന്നെ റേക്കി കൊണ്ടാണെങ്കിലും ടാരോ കൊണ്ടാണെങ്കിലും ഏത് സ്പിരിച്വൽ മെത്തേഡ് കൊണ്ടാണെങ്കിലും നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യാനേ അതിനൊക്കെ പറ്റുള്ളൂ. കറക്റ്റായിട്ടുള്ള വഴി അറിഞ്ഞാൽ നമുക്ക് വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യുന്നതും ലൈഫ് പർപ്പസ് എടുക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു ബ്ലോക്ക് അറിഞ്ഞിട്ട് ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ഇതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവയർനെസ്. അതായത് മുൻപിലൊരു കുഴി ഉണ്ടെങ്കിൽ നമുക്കത് മാറി നടക്കാം. കുഴി വീഴുമെന്ന് നിശ്ചയമാണ്, ഓക്കെ. പക്ഷെ അത് അറിയാതെ രക്ഷപ്പെട്ടു പോകാം, അത് മാത്രമല്ല. അപ്പം ഞാൻ ആ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ കർമ്മയെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അതിനുശേഷം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പ്രാരബ്ധ കർമ്മ, ഞാൻ സഞ്ജിത് കർമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഡെസ്റ്റിനി കർമ്മ എന്ന് പറയും. പക്ഷെ ഞാൻ അവിടെ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിയാമാൻ കർമ്മ അല്ലെ ഫ്രീ വിൽ ഓഫ് ദിസ് ലൈഫ്. അതിലാരും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെയാണ്. നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പാസ്റ്റ് ലൈഫിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മുടെ ഈ ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം. ഈ ലൈഫിൽ നല്ലൊരു ക്ലിയറൻസ് കിട്ടിയ ബെറ്റർ ആക്കിയ വരുന്ന മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയറായിട്ട് പോകാം, ബെറ്ററാക്കി പോകാം. പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾട്ടർ ചെയ്ത് അതിൻ്റെ ഒരു എഫക്റ്റ് ഓൾട്ടർ ചെയ്ത് വരാം. ഓൾട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, അക്സെപ്റ്റൻസ് ആണ്. നമുക്ക് എല്ലാ പ്രശ്നം എന്താണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല ചില കാര്യങ്ങൾ. ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് വരും നമ്മൾ കുറേ ഹീലാവും.